മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അമല്, ആ അമല് നോക്കിയാൽ നമ്മളൊക്കെ എത്രയോ ചെറിയതാണ്. സ്വർഗത്തിലെ ഓരോ കവാടങ്ങളെ കുറിച്ച് മുത്തുനബി ഇങ്ങനെ വിശദീകരിക്കുമ്പോ നിങ്ങൾ പറഞ്ഞു, നിസ്കരിക്കുന്നവർക്ക് ബാബു സ്വലാത്ത്, നോമ്പ് നോൽക്കുന്നവർക്ക് ബാബു റയ്യാൻ, സക്കാത്ത് കൊടുക്കുന്നവർക്ക് ബാബു സക്കാത്ത്, യുദ്ധം ചെയ്തവർക്ക് ബാബുൽ ജിഹാദ്, ഇങ്ങനെ വാതിൽ അങ്ങനെ പരിചയപ്പെടുത്തുമ്പോ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ് അലാ മാ അലാ മൻ ദുഇയ മിൻ തിൽകൽ അബ്വാബി മിൻ ദറൂറാ ഫഹൽ യുദ്അ അഹദും മിൻ തിൽകൽ അബ്വാബി കുല്ലിഹാ. എല്ലാ വാതിലുകളിലൂടെയും കടക്കാൻ വിളിക്കപ്പെടുന്ന ആരെങ്കിലും വന്ന് സ്വർഗത്തിലുണ്ടാകുമോ നബിയേ? ഉണ്ടേ സിദ്ദീഖേ, വ അർജു അൻ തകൂന മിൻഹും, നീ അതിൽപ്പെട്ടതാണ് അബൂബക്കറേ എന്ന വലിയ സ്ഥാനം കൊടുത്തു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ നോക്കൂ, എല്ലാ വാതിലിലൂടെയും കടക്കാൻ, ആ 8 വാതിലിലൂടെയും കടക്കാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഭാഗ്യം കിട്ടിയത് നബി തങ്ങളോടുള്ള സുഹബത്താണ്. അവിടുത്തെ ഏറ്റവും വലിയ ഈമാനാണ്, ഉറച്ച വിശ്വാസമാണ്. നമുക്കുമായി 8 കവാടം പൂതി ഉണ്ടാവില്ലേ? നമുക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ ചെയ്തിട്ട് നമുക്ക് 8 കവാടം കിട്ടുമോ? അത് നടക്കൂല. എന്നാൽ കിട്ടുന്ന ചെറിയൊരു ടിപ്സ് ഉണ്ട്. എല്ലാ പള്ളിന്റെ മുന്നിലും ഇവിടെ ചിലപ്പോൾ ഹൗദെങ്കിലും ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും. വുളൂഇന്റെ ശേഷമുള്ള ദുആ എന്നാൽ സ്വർഗത്തിലെ 8 കവാടം തുറക്കപ്പെടും. ബ്രാക്കറ്റിൽ ഹദീസ് എന്ന് കാണാം. ഇത് നമുക്കതൊന്നും ചെയ്തൂടെ? ഈ 8 കവാടം ആ ഹദീസ് കൊണ്ട്, ആ ദുആ കൊണ്ട് കിട്ടുമെങ്കിൽ നമുക്കത് ചെയ്തുകൂടെ? അതിന് തൗഫീഖ് വേണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ ദുആ അതിന് വലിയ ബഹുമാനാണ്, വലിയ ബഹുമാനാണ്. ആ ദുആ ഒരാൾ ദ്വാരുന്നാൽ പിന്നെ അത് പൊളിച്ചു കളയൂല. അതിന്റെ കൂലി പൊളിക്കപ്പെടൂല എന്ന് പറഞ്ഞാൽ എന്താ? അവന്റെ ഈമാൻ പോകൂല എന്നാണ്. അവന്റെ ഈമാൻ പോകൂല. അത്രയും വലിയ മഹത്വമാണ് ആ ദുആക്കുള്ളത്. അത്തരം ചെറിയ ചെറിയ ടിപ്സുകള് അള്ളാഹു ഈ ഉമ്മത്തിന് തന്ന് ബഹുമാനിച്ചിട്ടുണ്ട്. അതിലൊരു ടിപ്സാണ് ലൈലത്തുൽ ഖദ്ർ. 1000 മാസം ഇബാദത്തെടുത്ത ആളെക്കാളും വലിയ ബഹുമാനം അള്ളാഹു ഈ ഉമ്മത്തിന് ഒരൊറ്റ രാവിനെ പരിഗണിച്ചവർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എളുപ്പമായ വഴികൾ, അതല്ല വലിയ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാരായ മുഫസ്സിറുകൾ ഈ വിഷയങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നത് കാണാം. എളുപ്പം സ്വർഗത്തിലെത്താനുള്ള വഴികൾ അത് ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്. ഒരുപാട് വഴികളുണ്ട്. അതിൽ ഒന്നേ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സൽക്കർമ്മങ്ങളുടെ ആധിക്യം എത്ര സ്വർഗത്തിലാണ് എന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ അമല് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ എത്ര അമല് ചെയ്യണം? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമാ, ആരാണെന്ന് നോമ്പ് നോറ്റവൻ? വമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ആരാണെന്നൊരു മയ്യത്തിനെ അനുഗമിച്ചവൻ? ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ആരാണെന്ന് പാവപ്പെട്ടവന് സ്വതക്ക കൊടുത്തവൻ, ഭക്ഷണം നൽകിയവൻ? ഫമൻ ആദ മിൻകുമുൽ യൗമ മരീദ, ആരാണെന്നൊരു രോഗിയെ സന്ദർശിച്ചവൻ? ഞാനത് വിശദീകരിക്കുകയല്ല. ഈ 4 ചോദ്യം ചോദിക്കുമ്പോഴും ഓരോ ചോദ്യത്തിനും അനയാ റസൂലല്ലാഹ്, അനയാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മറുപടി പറയാൻ ഭാഗ്യം കിട്ടിയത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇത് കേട്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, മജ്തമഅന ഫിംരിഇൻ ഇല്ലാ ദഖലൽ ജന്ന. ഈ 4 കാര്യങ്ങൾ ഒരാളിൽ സമ്മേളിച്ചാൽ അയാൾ സ്വർഗത്തിൽ തന്നെ. സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതായിരുന്നു അവിടുത്തെ ജീവിതം. അങ്ങനെ അമലുകളിൽ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ ഒരു പിശുക്കും കാണിക്കാതെ എല്ലാ സമയവും സൽക്കർമ്മമായി ജീവിച്ചു. അങ്ങനെ മാതൃക കാണിച്ചു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഖലീഫയായിരിക്കുന്ന സമയത്ത് സ്വന്തമായി ജോലി ചെയ്തിട്ടാണ് അവിടുന്ന് ജീവിതമാർഗം കണ്ടെത്തിയത്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സ്വഹാബികൾ നിർബന്ധിച്ചപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഖലീഫക്ക് അതിന് വകുപ്പുണ്ട്.
എന്നാൽ അത് എടുത്തിരുന്നില്ല. അവരെ നിർബന്ധിച്ചപ്പോൾ മാത്രമാണ് ആ ഖലീഫക്കുള്ള ആനുകൂല്യങ്ങൾ സ്വീകരിച്ചത്. എന്നാൽ അത് തന്നെ വഫാത്താകുന്നതിന്റെ മുമ്പ് ബൈത്തുൽ മാലിലേക്ക് തിരിച്ചേൽപ്പിച്ചു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എത്രമാത്രം സൂക്ഷ്മതയുള്ള മഹാനാണ്. അവിടുത്തെ ഒരു അടിമ, അല്ലെങ്കിൽ അവിടുത്തെ വീട്ടിലുള്ള ഒരു മകൻ, അല്ലെങ്കിൽ ഒരു ഖാദിമ്, ആ ഖാദിമ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഒരു കടി അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കാനുള്ള ഒരു പലഹാരം കൊണ്ടുവന്നു കൊടുത്തു. മഹാനവറുകൾ അത് മൂപ്പര് കൊടുന്നതല്ലേ എന്ന് കരുതിയിട്ട് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് കഴിച്ചു. അപ്പൊ ഈ കുട്ടി ചോദിച്ചു, തദ്രീ മാ ഹാദാ, ഇത് വാങ്ങാനുള്ള കാശ് എങ്ങനെ കിട്ടിയത് എന്ന് നിങ്ങൾക്കറിയോ? കുന്തു തകഹൻതുൽ ഇൻസാനിൻ ഫിൽ ജാഹിലിയ്യ വമാ ഉഹ്സിനു, എനിക്ക് അറിയൊന്നുമില്ലെങ്കിൽ ഒരു ജോത്സ്യന്റെ കൂടെയായിരുന്നു എന്റെ പണി. അങ്ങനെ അയാൾ എനിക്ക് തന്ന ചില്ലറ തുട്ടുകൾ, ആ ചില്ലറ തുട്ടുകൾ ഞാൻ ഒരുമിച്ച് വെച്ചതായിരുന്നു. അതിൽ നിന്ന് വാങ്ങിയ ഭക്ഷണമാണ് നിങ്ങൾ കഴിച്ചത് എന്ന് പറയുമ്പോ ഫഅദ്ഖല അബൂബക്കറിൻ യദഹു, മഹാനായ സിദ്ദീഖ് തങ്ങൾ തന്റെ വിരലുകൾ വായയിലേക്ക് തിരികിയിട്ട് ഫഖാഅ കുല്ല ശൈഇൻ ഫീ ബത്നിഹി, അവിടത്തെ ആ കഴിച്ച ഭക്ഷണം മുഴുവനും അവിടുന്ന് ഛർദിപ്പിച്ചു കളഞ്ഞു. സൂക്ഷ്മമായ ജീവിതം. കഴിക്കുന്നത് ഹലാലായെങ്കിലേ ദുആക്ക് ഉത്തരം കിട്ടുകയുള്ളൂ. കഴിക്കുന്നത് ഹലാലായെങ്കിലേ ദുആക്ക് ഉത്തരം കിട്ടുകയുള്ളൂ. അതേപോലെ നമ്മുടെ ഖൽബ് നന്നാവുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ മക്കൾ നന്നാവുകയുള്ളൂ. കഴിക്കുന്നത് ഹലാലായിരിക്കണം.